നമസ്കാരം. തിരക്കേറിയ ജീവിതത്തിനിടയിൽ, നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരല്പനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി വാർത്താവിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. സുരക്ഷിതത്വവും സമാധാനവും നൽകുന്ന ഒരു വീട് ഏവരുടെയും സ്വപ്നമാണ്. അതും അനുയോജ്യമായ ആവാസ വ്യവസ്ഥയിൽ ഭൂമിയിൽ അപ്രകാരമുള്ള ഇടങ്ങൾ കണ്ടെത്തിയാണ് നാം വസിക്കുന്നത്. എന്നാൽ അങ്ങ് ചൊവ്വയിൽ ഒരു വീട് എന്നതാണ് സ്വപ്നമെങ്കിലോ? ഭാവിയിൽ മനുഷ്യൻ ചൊവ്വയിലേക്ക് താമസം മാറുമോ? ഈ ചോദ്യത്തിന് അതെ എന്ന് ഉത്തരം നൽകുകയാണ് അഹമ്മദാബാദിലെ ആഗ സ്പേസ് സ്റ്റുഡിയോ എന്ന സ്റ്റാർട്ടപ്പ്. ചൊവ്വയിലെ കഠിനമായ സാഹചര്യങ്ങളിൽ മനുഷ്യർക്ക് സുരക്ഷിതമായി താമസിക്കാൻ കഴിയുന്ന വീടുകൾ നിർമ്മിക്കാനുള്ള വിദ്യ വിപ്ലവകരമായ പരീക്ഷണത്തിൽ വികസിപ്പിച്ചിരിക്കുകയാണ് ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ. ചൊവ്വയിലെ ഏറ്റവും വലിയ വെല്ലുവിളി അവിടുത്തെ മാരകമായ വികിരണങ്ങളും കഠിനമായ തണുപ്പുമാണ്. ഇതിൽ നിന്ന് സംരക്ഷണം നൽകുന്ന ഏഷ്യയിലെ ആദ്യത്തെ 3D പ്രിന്റഡ് റേഡിയേഷൻ ഷീൽഡാണ് ഇവർ നിർമ്മിച്ചത്. ഭൂമിയിൽ നിന്ന് ചൊവ്വയിലേക്ക് നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുപോവുക എന്നത് അപ്രായോഗികമായതിനാൽ ചൊവ്വയിലെ മണ്ണുപയോഗിച്ച് തന്നെ വീടുകൾ നിർമ്മിക്കേണ്ടതുണ്ട്. ഇതിനായി ചൊവ്വയിലെ മണ്ണിന് സമാനമായ ധാതുക്കൾ അടങ്ങിയിരിക്കുന്ന തമിഴ്നാട്ടിലെ സേലത്തെയും അരിയല്ലൂരിലെയും മണ്ണാണ് ഇവർ ഉപയോഗിച്ചത്. 3D പ്രിന്റിംഗ് സാങ്കേതിക വിദ്യയിലൂടെയുള്ള നിർമ്മാണം ബഹിരാകാശത്തു നിന്നുള്ള വികിരണങ്ങളെ തടയുകയും വീടിനുള്ളിലെ താപനില ക്രമീകരിക്കുകയും ചെയ്യുന്നു. മനുഷ്യന്റെ ഭാവി വാസസ്ഥലങ്ങളെക്കുറിച്ച് ലോകം ചർച്ച ചെയ്യുമ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള ഈ കണ്ടുപിടുത്തം ലോകശ്രദ്ധ നേടുകയാണ്. വെറും റോക്കറ്റുകൾ മാത്രമല്ല, ബഹിരാകാശത്തെ വെല്ലുവിളികളെ അതിജീവിക്കാനുള്ള സാങ്കേതിക വിദ്യയും നമ്മുടെ പക്കലുണ്ടെന്ന് ഇതിലൂടെ തെളിയിച്ചിരിക്കുന്നു. ചൊവ്വയിലേക്ക് വെറും ഒരു യാത്രയല്ല, മറിച്ച് അവിടെ സുരക്ഷിതമായി താമസിക്കാനുള്ള അടിത്തറയാണ് ഈ ഇന്ത്യൻ സംഘം ഒരുക്കുന്നത്. നമ്മുടെ ഭൂപ്രകൃതിയിലെ സവിശേഷതകൾ പോലും വിശ്വപ്രസിദ്ധമായ ബഹിരാകാശ ദൗത്യങ്ങൾക്ക് എങ്ങനെയെല്ലാം സഹായിക്കുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണിത്. ജാതി, മതം, ലിംഗം എന്നിവയ്ക്കതീതമായി എല്ലാ പൗരന്മാർക്കും തുല്യ അവകാശങ്ങൾ ഉറപ്പാക്കുന്ന ഒരു ഭരണഘടന നമുക്ക് നൽകിയ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ചെയർമാനായിരുന്നു ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യയെ ഒരു ജനാധിപത്യ രാജ്യമായി നിലനിർത്തുന്നതിൽ അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം വലിയ പങ്കുവഹിച്ചു. ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കാനും ജനാധിപത്യം ശക്തിപ്പെടുത്താനും നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് എല്ലാ വർഷവും ഏപ്രിൽ 14 സമത്വ ദിനമായി ആചരിക്കുന്ന അംബേദ്കർ ജയന്തി. ഇക്കഴിഞ്ഞ അംബേദ്കർ ജയന്തി ദിനത്തിൽ പാർലമെന്റിൽ നടന്ന പരിപാടിയിൽ കോഴിക്കോട് വടകര മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂൾ നാടൻപാട്ട് സംഘം വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. സമഗ്ര ശിക്ഷാ അഭിയാൻ സംഘടിപ്പിച്ച സംസ്ഥാനതല കലാ ഉത്സവിൽ 1ാം സ്ഥാനവും ശേഷം പൂനെയിൽ നടത്തിയ ദേശീയ വോക്കൽ മ്യൂസിക് മത്സരത്തിൽ 4ാം സ്ഥാനവും മേമുണ്ട സ്കൂൾ കരസ്ഥമാക്കി. ഈ നേട്ടമാണ് പാർലമെന്റിലേക്കുള്ള അവതരണത്തിന് വഴിതെളിച്ചത്. കേരളത്തെ പ്രതിനിധീകരിച്ച് 10ാം ക്ലാസ് വിദ്യാർത്ഥികളായ വൈഗ മനോജ്, കൽഹാര, 9ാം ക്ലാസ് വിദ്യാർത്ഥികളായ വേദാലക്ഷ്മി, വൈഗ ലക്ഷ്മി എന്നിവർ വിശിഷ്ടാതിഥികളായി. അംബേദ്കർ ദിനത്തോടനുബന്ധിച്ച് പാർലമെന്റിൽ പ്രസംഗം അവതരിപ്പിക്കാൻ അവസരം ലഭിച്ച വിദ്യാർത്ഥിനി കൽഹാരയുടെ വാക്കുകളിലേക്ക്. നമസ്കാരം, ഞാൻ കൽഹാര KK. ഡോക്ടർ BR അംബേദ്കർ ജയന്തിയോടനുബന്ധിച്ച് പാർലമെന്റിൽ വെച്ച് നടന്ന പരിപാടിയിൽ ക്ഷണം ലഭിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടനാ ശില്പിയും താഴ്ത്തട്ട ജനങ്ങൾക്ക് വേണ്ടി പോരാടിയ ഡോക്ടർ BR അംബേദ്കറിനെ കുറിച്ച് സംസാരിക്കാനുള്ള അവസരവും എനിക്ക് ലഭിച്ചു. 36 കുട്ടികളാണ് കലോത്സവിൽ നിന്ന് ഇവിടെ വന്നിട്ടുള്ളത്. ഈ കാലഘട്ടത്തിലും അംബേദ്കർ ഉയർത്തിപ്പിടിച്ച ആശയങ്ങളുടെ പ്രസക്തി എന്നതാണ് പ്രസംഗത്തിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. ഇതൊക്കെ എനിക്ക് അവിടെ അവതരിപ്പിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് ഭയങ്കര അഭിമാനം തോന്നുന്നുണ്ട്. പ്രായം തോറ്റുപോകുന്ന പ്രണയം. മരണക്കിണറ്റിൽ നിന്നും പൊന്നമ്മയെ നെഞ്ചോട് ചേർത്ത് ഗോപിനാഥൻ. സ്നേഹത്തിന് അതിരുകളില്ലെന്നും പ്രിയപ്പെട്ടവർക്കായി എന്തിനും തുനിയുന്ന മനസ്സുണ്ടെങ്കിൽ പ്രായം വെറുമൊരു അക്കം മാത്രമാണെന്നും തെളിയിച്ച വൃദ്ധ ദമ്പതികളാണിവർ. പത്തനംതിട്ട ഓമല്ലൂർ സ്വദേശികളായ 80 വയസ്സുള്ള ഗോപിനാഥനും അദ്ദേഹത്തിന്റെ 73 വയസ്സുള്ള ഭാര്യ പൊന്നമ്മയുമാണ് പരസ്പര സ്നേഹത്തിന്റെയും കരുതലിന്റെയും മാതൃകയായി മാറിയിരിക്കുന്നത്. വീട്ടുമുറ്റത്തെ കിണറ്റിൽ നിന്നും വെള്ളം കോരുന്നതിനിടെ പൊന്നമ്മ അപ്രതീക്ഷിതമായി കിണറ്റിലേക്ക് വീഴുകയായിരുന്നു. പൊന്നമ്മ അപകടത്തിൽപ്പെട്ടത് കണ്ടപ്പോൾ മറ്റൊന്നിനും കാത്തുനിൽക്കാതെ തന്റെ പ്രിയതമയെ മരണത്തിന് വിട്ടുകൊടുക്കില്ലെന്ന ദൃഢനിശ്ചയത്തോടെ ഗോപിനാഥൻ കിണറ്റിലേക്ക് ഇറങ്ങിയത് അതിസാഹസികമായ പ്രവൃത്തിയാണ്.
ആ സമയം 24 അടി താഴ്ചയുള്ള കിണറ്റിൽ 2 തൊടി വെള്ളമുണ്ടായിരുന്നു. ഈ പ്രായത്തിൽ അത്രയും താഴ്ചയിലേക്ക് ഇറങ്ങി ഒരാളെ താങ്ങി നിർത്തുക എന്നത് ശാരീരികമായി വലിയ അധ്വാനം ആവശ്യമായ ഒന്നാണ്. കിണറിന്റെ ആഴങ്ങളിൽ തണുത്ത വെള്ളത്തിൽ തന്റെ ജീവന്റെ പാതയെ താങ്ങി നിർത്തുമ്പോൾ ആ വൃദ്ധന്റെ കരുത്ത് സ്നേഹമായിരുന്നു. വിവരമറിഞ്ഞെത്തിയ പത്തനംതിട്ട അഗ്നിരക്ഷാസേന അതിവേഗം രക്ഷാപ്രവർത്തനം നടത്തിയതിനാൽ വലിയ ദുരന്തമൊഴിവായി. 2 പേരെയും സുരക്ഷിതമായി കരക്കെത്തിച്ചപ്പോൾ നാട്ടുകാർക്കും ബന്ധുക്കൾക്കും അത് ആശ്വാസത്തിന്റെയും അത്ഭുതത്തിന്റെയും നിമിഷമായിരുന്നു. 2 പേരെയും പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിലും തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ച് ചികിത്സ നൽകി. പ്രായം തളർത്താത്ത സ്നേഹത്തിന്റെയും കരുതലിന്റെയും അടയാളമായി ഈ ദമ്പതികൾ മാറിക്കഴിഞ്ഞു. എങ്കിലും കിണറുകൾക്ക് സുരക്ഷാ വലകളോ മതിലോ ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകത ഇത്തരം സംഭവങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അഗ്നിരക്ഷാസേനയുടെ കൃത്യസമയത്തുള്ള ഇടപെടൽ തികച്ചും അഭിനന്ദാർഹമാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ മനുഷ്യൻ പ്രകടിപ്പിക്കുന്ന മാനസിക കരുത്തിന് ഉദാഹരണമാണിത്. പിറന്ന ഉടൻ അമ്മയിൽ നിന്ന് വേർപെട്ട കാട്ടാനക്കുട്ടിക്ക് സംരക്ഷണമൊരുക്കി വനം വകുപ്പ്. അട്ടപ്പാടിയിലെ അബ്ബന്നൂർ വനമേഖലയിലെ ഒരു നീർച്ചാലിൽ പാറക്കെട്ടുകൾക്കിടയിൽ കുടുങ്ങിയ നിലയിൽ ജനിച്ച് മണിക്കൂറുകൾ മാത്രം പ്രായമുള്ള ആനക്കുട്ടിയെ വനം ഉദ്യോഗസ്ഥർ കണ്ടെത്തുകയായിരുന്നു. കുഞ്ഞാനയെ രക്ഷിക്കാൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും അട്ടപ്പാടിയിലെ ആദിവാസി യുവാക്കളും തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ചു. അമ്മയാനയിൽ നിന്ന് വേർപെട്ട നിലയിലായിരുന്ന കുഞ്ഞിനെ ആനക്കൂട്ടം പോയ വഴിയെ വിടാൻ ശ്രമിച്ചെങ്കിലും നടക്കാൻ പ്രയാസമുണ്ടായിരുന്നതിനാൽ അത് സാധിച്ചില്ല. തുടർന്ന് വിഷ്ണു എന്ന് പേരിട്ട കുഞ്ഞനാനയ്ക്ക് ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസറുടെ മേൽനോട്ടത്തിൽ പരിചരണം തുടരുകയായിരുന്നു. അമ്മയാന തിരികെ എത്തുമെന്ന പ്രതീക്ഷയിൽ 4 ദിവസത്തോളം വനത്തിൽ തന്നെ കാത്തുനിന്നെങ്കിലും യാതൊരു സൂചനയും ലഭിക്കാത്ത സാഹചര്യത്തിൽ കുഞ്ഞിനെ സുരക്ഷിതമായ ആന പരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റാൻ അധികൃതർ തീരുമാനിക്കുകയായിരുന്നു. ഒടുവിൽ കുട്ടിയാനയ്ക്ക് സുരക്ഷിതമായ ഒരു തണലൊരുങ്ങി. അമ്മയിൽ നിന്ന് വേർപെട്ട ഇത്രയും ചെറിയ ആനക്കുട്ടിക്ക് പ്രത്യേകമായ പരിചരണവും കരുതലും അത്യാവശ്യമായതിനാൽ ഇനി ധോണി ആന പരിപാലന കേന്ദ്രത്തിൽ വിദഗ്ധ പരിചരണത്തിലൂടെ വിഷ്ണുവിന്റെ ആരോഗ്യവും വളർച്ചയും ഉറപ്പാക്കാനാണ് ശ്രമം. വിഷ്ണു ആരോഗ്യവാനായി വളരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഈ കൊടും ചൂടിൽ മനസ്സിന് കുളിർമയേകുന്ന ഒരു ശുഭവാർത്തയാണിനി. അതിശക്തമായ ചൂടിനെ തുടർന്ന് വയനാട്ടിൽ കുടിവെള്ളം പോലും വറ്റുന്ന സാഹചര്യത്തിൽ വന്യജീവികൾക്ക് ആശ്വാസമാവുകയാണ് വനത്തിലും വന അതിർത്തികളിലും നിർമ്മിച്ച തടയണകൾ. ബത്തേരി, നൂൽപ്പുഴ, മാറാട് തടയണകൾ ഇപ്പോൾ ജലസമൃദ്ധമാണ്. ഇതിനു പുറമെ വന്യമൃഗങ്ങൾ തീറ്റയും വെള്ളവും തേടി ജനവാസ മേഖലയിലേക്ക് എത്താതിരിക്കാനായി കഴിഞ്ഞ ദിവസങ്ങളിൽ വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ നല്ലൂർ, ആനക്കുളം, വെള്ളിത്തോട് തുടങ്ങിയ വനമേഖലകളിൽ വെള്ളം തടഞ്ഞു നിർത്താൻ കാടിനുള്ളിൽ ലഭ്യമായ പ്രകൃതിദത്തമായ വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ബ്രഷ് വുഡും ചെക്ക് ഡാമുകളും നിർമ്മിച്ചിരുന്നു. അടുത്തിടെയുണ്ടായ വേനൽ മഴയെ തുടർന്ന് ചെക്ക് ഡാമുകളിൽ ഇപ്പോൾ വെള്ളം നിറഞ്ഞിട്ടുണ്ട്. വനം വകുപ്പ് നടപ്പിലാക്കിയ ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനങ്ങൾ ഫലം കാണുന്നു എന്നത് ഏറെ സന്തോഷകരമാണ്. മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഒരുപോലെ ആശ്വാസമേകുന്ന ഇത്തരം പ്രകൃതി സൗഹൃദ പ്രവർത്തനങ്ങൾ വയനാടിന്റെ വന്യസമ്പത്തിനെ സംരക്ഷിക്കാൻ അത്യന്താപേക്ഷിതമാണ്. വനം വകുപ്പിന്റെ ഈ മുൻകരുതൽ നടപടികൾക്ക് ഒരു വലിയ കയ്യടി. നല്ല വാർത്ത ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം nallavaartha@gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലപ്പെട്ടതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് അഞ്ജു പ്രഭ. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടുമെത്താം. ശുഭാശംസകൾ നേരുന്നു.